സമസ്തയുടെ മഹത്തായൊരു വേദിയിലാണ് നാം ഒരുമിച്ച് കൂടുന്നത്. ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ സഹാബത്തിൽ നിന്ന് കിട്ടിയ ആ ദീനിൻ്റെ പാരമ്പര്യം കേരളത്തിലുണ്ട്. അത് കണ്ടുപഠിച്ച ആളുകളിൽ നിന്ന് പകർത്തിയ ദീനാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. അതൊക്കെ കേരളത്തിൽ ഉണ്ടായുള്ള സമയത്ത് തന്നെ അതിനൊക്കെ ചില രൂപത്തിലൊക്കെ മോഡിഫിക്കേഷൻ വരുന്നു എന്ന് സംശയിച്ച അല്ലെങ്കിൽ വരുന്നത് കണ്ട മഹാന്മാരായ പണ്ഡിതന്മാർ ആ മോഡിഫിക്കേഷനൊക്കെ മാറ്റിവെക്കുവാൻ വേണ്ടി യഥാർത്ഥത്തിൽ ദീനിൻ്റെ ശരിയായ ആശയാദർശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തടയിടുവാൻ വേണ്ടി രൂപം കണ്ട സംവിധാനമാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നവറുല്ലാഹു മർക്കദ് മഹാനവർ തുടങ്ങി വെച്ച സമസ്തയുള്ള ജമിയത്തുൽ ഉലമ എന്ന സംവിധാനം. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഹസ്ബിയായും നസ്ബിയായും കണക്ഷനുള്ള ഒരു വലിയ വ്യക്തിത്വം. അതുപോലെ തന്നെ സഹാബത്തിലേക്ക് കണക്ഷനുള്ള പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറുല്ലാഹു മർക്കദു അവരൊക്കെ കൊണ്ടുവന്ന ആ സംവിധാനം ഇന്ന് അൽഹംദുലില്ലാഹ് 100 വർഷം തികഞ്ഞ് അതിൻ്റെ സാരഥ്യം ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് ആ കപ്പിത്താൻ ബഹുമാനപ്പെട്ട ജിഫരി മുത്തുക്കോയത്തങ്ങൾ. അള്ളാഹു ബഹുമാനപ്പെട്ട ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമുക്കൊക്കെ നമ്മുടെ കടപ്പാട് എന്ന് പറഞ്ഞാൽ അതിനൊപ്പം നിൽക്കുക, അതിനോട് ഒട്ടി നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംവിധാനമല്ലാതെ നമുക്കൊന്നും ഇതിനൊന്നും ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ അൽഹംദുലില്ലാഹ് ആ സംവിധാനം കൊണ്ട് തന്നെ നമുക്കൊക്കെ ആ മഹാന്മാരായ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഇന്ന് വരെ ക്രോണോളജിക്കലായിട്ട് കണ്ണി നഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ ആ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അവരൊക്കെ ഒന്നിച്ച് സ്വർഗത്തിൽ പോകുവാൻ നമുക്കൊക്കെ തൗഫീക്ക് കിട്ടണം. അതിനുള്ളൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം ഇൻഷാ അല്ലാഹ് 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ നടക്കുന്ന ആ സമ്മേളനത്തിൽ നമ്മളൊക്കെ പങ്കെടുക്കേണ്ടത്. അടുത്ത നൂറ്റാണ്ടിലേക്ക് നമ്മളൊക്കെ ഒരു പക്ഷേ ബർസഖിയായ ലോകത്തായിരിക്കും. അടുത്തൊരു നൂറ്റാണ്ടിൻ്റെ സമ്മേളനം 20-ാം നൂറ്റാണ്ട് അടുത്തൊരു നൂറ്റാണ്ടിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളായിരിക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ നൂറ്റാണ്ടിൽ നടക്കുന്ന ഈ 100 വർഷത്തെ ഈ സമ്മേളനത്തിൽ നമ്മളൊക്കെ നിർബന്ധമായും ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും അവിടെ പങ്കെടുത്ത് ആ അനുഗ്രഹം കരസ്ഥമാക്കണം എന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോടൊക്കെ ഉപദേശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കട്ടെ. സമസ്തയുള്ള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടനയുടെ സാരഥികൾ അവരെന്താണോ ഉദ്ദേശിച്ചത് അവരുദ്ദേശിച്ചതിനേക്കാൾ ഉപരിയായി കാര്യങ്ങളൊക്കെ റാഹത്തിലും സന്തോഷത്തിലും ആക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും.